ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ വലിയൊരു ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇതിനായിട്ട് നമുക്ക് ഒരു സ്പെഷ്യൽ മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 2 വലിയ സ്പൂണ് മല്ലി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂണ് പെരുംജീരകം, 2 കഷ്ണം പട്ട, 3 ഗ്രാമ്പു, ഏലക്കായ എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നല്ല ജീരകം ഉണ്ടെങ്കിൽ അതൊരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ അവസാനം പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ ഞാൻ അവസാനമായിട്ട് നമ്മുടെ നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ചേർത്താൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഒരു മസാലക്കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളി, 2 ചെറിയ കഷ്ണം ഉള്ളി, 1 കഷ്ണം ഇഞ്ചി, കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയിലയും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ മസാല മിക്സ് ഒന്ന് പൊടിച്ചെടുക്കണം. അതും നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിലേക്കായിട്ട് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 3/4 കിലോ ചിക്കനോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് നമുക്ക് ആദ്യം പൊടിച്ച് വെച്ച മല്ലിൻ്റെയും പട്ടൻ്റെയും മിക്സ്, ആ ഒരു പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്കായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഇനി നെക്സ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളി, ഉള്ളി നമ്മൾ അരച്ച് വെച്ച ആ ഒരു മിക്സാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനിന് ഏകദേശം വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യണം. പിന്നെ നമ്മളത് കുക്ക് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ വെളിച്ചെണ്ണയോ ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ 2 വലിയ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കായിട്ട് ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക, എരിവിനനുസരിച്ചിട്ട്. ഇനി ഇതിലേക്കായിട്ട് വേണ്ടത് 1/2 ടീസ്പൂണ് ഗരം മസാല പൊടിച്ചതാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. പിന്നെ ഫൈനലി നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. അവസാനമായിട്ട് ഞാൻ കുറച്ച് മല്ലിയില കൂടി വിതറുന്നുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസിൽ അറിയിക്കും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.